മതി കളിച്ചത്, വന്നേ വന്നേ. ടീച്ചർ വിളിക്കണു. വാടാ. ഇവിടെ ഇരുന്നേക്കാം. സരളവേഷ ഇപ്പൊ ഉരുളിവേഷ ആയനെ. നീ ഇവിടെ ഇരി. ഞാൻ ഇവിടെ ഇരുന്നു. എല്ലാരും എത്തിയോ? നമുക്കിനി സരളി വരച്ച് നോക്കിയാലോ? ടീച്ചറെ കഥ പറഞ്ഞില്ല. ഓ, എല്ലാ ശനിയാഴ്ച നമ്മളൊരു കഥ പറഞ്ഞാലോ തുടങ്ങാറ്. ഓക്കെ, ഇന്നും ഞാനൊരു കഥ പറഞ്ഞുതരാം. അയ്യപ്പന്റെ കഥ. അല്ല, പാർക്കുട്ടി വന്നില്ലേ? ഒന്ന് കേറി വാടാ മാമ. ഓ, ഉത്തരവ്. ഇങ്ങേരില്ലെങ്കിൽ ഞാൻ നേരത്തെ ക്ലാസ്സിലെത്തിയേനെ. ഓ പിന്നെ, ഞാനില്ല, കാണായിരുന്നു. എന്നെ കൊണ്ടുവിടാനാന്നും പറഞ്ഞ് എല്ലാ ശനിയാഴ്ചയും എന്തിനാ ഈ അമ്പലത്തിൽ വരണേന്ന് എനിക്കറിയാം. എന്തിനാ? ഗൗരി ടീച്ചറും ലൈൻ അടിക്കാനല്ലേ? എടി കുരുപ്പേ, അവക്കടെ ചെറിയ വായിലെ വലിയ വർത്താനം. അങ്ങനെയൊന്നും പറയരുത്. മാതാ പിതാ ഗുരു ദൈവം. എങ്ങനെ എങ്ങനെ? ഗുരു ദൈവം, കുണു ദൈവം, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പാർക്കുട്ടി വന്നേ. എന്നെ കൊണ്ടുവിട്ടിട്ട് മര്യാദയ്ക്ക് പോയിക്കണം. ഇവിടെ എങ്ങനെ ചുറ്റിക്കറങ്ങിയ ഞാൻ ബൈക്കിന്റെ കാറ്റ് ഊത്തും. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ചെന്നിരിക്ക്. എന്റെ പാറക്കുട്ടി വന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഓ, അല്ല, ഈ യുക്തിവാദികൾക്ക് എന്താ അമ്പലത്തിൽ കാര്യം? വെറുതെ എല്ലായിടത്തും യുക്തി നിറഞ്ഞു നിൽക്കുമല്ലേ? അത് യുക്തിയല്ല, ഭക്തിയാ. നീ പോടാറക്കാ. നീ പോടാ വേട്ടാവളിയാ. ഡാ, അടി കൊള്ളുവേ. വേണ്ടായിരുന്നു. ഇവന്റെ മൂടില് പടക്കോട്ട് പൊട്ടിച്ചാലോ? വേണ്ട, മുണ്ടിന് തീയിടാം. ഇന്ന് കഥയൊന്നുമില്ല ടീച്ചറെ. ഓ, ഉണ്ടല്ലോ. പക്ഷെ നിങ്ങൾ യുക്തിവാദികൾക്ക് ദഹിക്കുമെന്ന് എനിക്കറിയില്ല. നിനക്ക് വേറെ പണിയൊന്നുമില്ല ഗൗരി, ഈ ഇല്ലാത്ത കഥയും പറഞ്ഞ് പിള്ളേരെ പറ്റിക്കാനായിട്ട്. ഇങ്ങോട്ട് വന്നേ. പിള്ളേരുടെ മുമ്പിൽ വെച്ചാണ് ഹരിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ, ഈ കാര്യത്തിൽ നീയും കൊള്ളാം, നിന്റെ തന്തയും കൊള്ളാം. ഇതാ അച്ഛന് ഹരിയേട്ടനെ കണ്ണെടുത്താ കണ്ടുകൂടാത്തെ. ഈ ഈശ്വരനിന്ദയൊക്കെ കളഞ്ഞ് നല്ലൊരു ജോലിയൊക്കെ വാങ്ങി മാന്യമായിട്ട് വന്നതിനെ പെണ്ണ് വെച്ചൂടെ? ഇല്ലെങ്കിൽ അച്ഛൻ എന്നെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും. ആ, അങ്ങനെ വേറെ കെട്ടി പോവാണെ നീ പോക്കോ, ഞാൻ മാറി തന്നേക്കാം. ഓഹോ, അങ്ങനെ അങ്ങ് പോവോ? ആ, പോവും. കൊല്ലും ഞാൻ. മര്യാദയ്ക്ക് തന്നെ കെട്ടിക്കോണം, ഇല്ലെങ്കിൽ നിന്നെയും കൊല്ലും, ഞാനും ചാവും. ടീച്ചറെ കഥ. ആ, അതെ, നല്ല കുട്ടിയായി വന്ന് കഥ കേട്ടോണം. ആ, നീ പറയണ കഥയല്ലേ, കേട്ടേക്കാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ അയ്യപ്പന്റെ കഥ. പക്ഷെ ഇത് വെറും ഒരു കഥയല്ല, നമ്മുടെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്ന കഥയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 4 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥയാണ്. ലക്ഷ്മി ചേച്ചി. ഈ അമ്പലത്തിലെ ഒരു അടിച്ചുതടിക്കാരി മാത്രമായിരുന്നില്ല ലക്ഷ്മി ചേച്ചി. അമ്പലത്തിലും നാട്ടിലുമെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു. ഈ അമ്പലമായിരുന്നു അവർക്കെല്ലാം. ലക്ഷ്മി ചേച്ചിയുടെ മകൾ പാർവതി. ലക്ഷ്മി ചേച്ചിക്ക് സ്വന്തമെന്ന് പറയാൻ പാർവതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ പഠിപ്പിക്കുക, നല്ല നിലയിൽ എത്തിക്കുക, അതുമാത്രമായിരുന്നു ലക്ഷ്മി ചേച്ചിയുടെ സ്വപ്നം. ഇതൊക്കെ ഒരു ജീവിതമാണ് ചേച്ചി. അയ്യപ്പൻ്റെ കാരണം കൊണ്ട് അങ്ങ് ജീവിച്ചു പോകുന്നെന്ന് മാത്രം. അല്ലേലും ഈ അമ്പലത്തിലെ ജോലി കൊണ്ട് മാത്രം എന്താകാനാ? മോളിപ്പോൾ വലിയ ക്ലാസ്സിലായില്ലേ, നല്ലൊരു ജോലി ഇല്ലാതെ എങ്ങനെ അവളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ? PSCയിൽ ഇനി പ്രതീക്ഷയില്ല ചേച്ചി, പ്രായവും കഴിഞ്ഞു. ആ ടെമ്പററി ക്ലർക്കിൻ്റെ ജോലി ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചതാണ്. ഇനിയിപ്പം വിളിക്കാൻ സാധ്യതയില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ. നീ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. മാത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ, ബാങ്കിലെ ജപ്തി, ഇതെല്ലാം ഓർത്തിട്ട് കയ്യും കാലും വിറയ്ക്കുക. ഇത് മാത്തച്ഛൻ്റെ കാറല്ലേ? മാത്തച്ഛൻ ചേട്ടാ, കൈ പൈസ ഒന്നും ഇരിപ്പില്ല, എനിക്കൊരു അവധി കൂടി തരണം. അവധി ഇത് എത്രയായി ലക്ഷ്മി?
പലിശ ഇപ്പൊ മുതലിനേക്കാൾ ഇരട്ടിയായി. ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? അവള് തരും മാത്തച്ഛ, കുറച്ചുകൂടെ സമയം അവക്ക് കൊടുക്കുക. ഇവിടെ വന്ന് എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ യാതൊരു താല്പര്യവുമില്ല. ഇവിടുത്തെ പാർവതി മോളും എന്റെ ലീലമോളും ഒന്നിച്ചാ പഠിക്കുന്നത്. എന്നുവെച്ച് പൈസയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഒരു 15 ദിവസവും കൂടെ അവധി തരാം. അതിനുള്ളിൽ എനിക്ക് പൈസ കിട്ടണം. പറഞ്ഞേക്കാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പൊന്നു, നീ ഇത്തിരി വെള്ളം കോരിക്കേ, ഞാൻ ആ ചൂലെടുത്തോണ്ട് വരാം. അമ്മേ, എന്താടി? മോനെ മോനെ മോനേതാ? എന്താ ഇവിടെ കിടന്നുറങ്ങണേ? നിന്റെ പേരെന്താ? ഇവൻ മിണ്ടൂലെന്ന് തോന്നണേ. നീ വിജയൻ ചാനോട് ചെന്നൊന്ന് പറ. ഇവൻ മിണ്ടില്ലെന്ന് തോന്നണേ. എനിക്ക് തോന്നുന്നത് ഇവനേതോ നാളോടെ കൂട്ടം വെച്ച് വന്നതെന്നാ. കണ്ടിട്ട് പാവം തോന്നുന്നു. ലക്ഷ്മി, നീ ആദ്യം ഇവനൊന്ന് കുളിപ്പിക്കേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്, എന്നിട്ടാവും ബാക്കിയൊക്കെ. അവനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തു. അവർ അവനൊരു പേരിട്ടു. മണികണ്ഠൻ. അതാണ് ഇന്നു മുതൽ നിന്റെ പേര്. അവർ അവനെ വീട്ടിൽ കൊണ്ടുപോയി. പാർവതിക്ക് അവൻ അനിയനായി, ലക്ഷ്മിക്ക് സ്വന്തം മകനായി. അവരുടെ ജീവിതത്തിൽ എന്നോ നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരിച്ചു വരുവാൻ തുടങ്ങി. പല ശുഭകാര്യങ്ങളും നടക്കാൻ തുടങ്ങി. അമ്മേ, ഞങ്ങളുടെ ടീമിലാ ഡാൻസിന് ഫസ്റ്റ് പ്രൈസ്. ലക്ഷ്മി, നീ ഇല്ലാത്തപ്പോ പോസ്റ്റ്മാൻ തന്നതാ. ഞാൻ പോട്ടെ, ചേട്ടൻ വന്നിട്ടുണ്ട്. പൊന്നു, മണിക്കുട്ടാ, അമ്മയ്ക്ക് ജോലി കിട്ടി. പുതിയ ജോലിയൊക്കെ കിട്ടിയില്ലേ? ടെമ്പററി മാത്രം ചേട്ടാ. പൈസ ഞാൻ എത്രയും വേഗം തന്നു തീർക്കാട്ടോ. അത് കുഴപ്പമില്ലെന്നേ. പാർവതി മോളുടെ ഡാൻസ് ടീമിലല്ലേ എന്റെ മോളും. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സന്തോഷത്തിലാവള്. എല്ലാത്തിനും കാരണം പാർവതി മോളാന്നാ പറയുന്നത്. പിള്ളേരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. പിന്നെ പൈസയുടെ കാര്യം അത് കുറച്ച് തന്നാ മതിയെന്നേ. എന്നാ പോട്ടെ. ശരി. ഒരുപാട് ശുഭകാര്യങ്ങൾ സംഭവിച്ചെങ്കിലും എന്നും അവരെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം അവരിലേക്ക് വന്നെത്തി. മാഡം, ബാങ്ക് പറയുന്ന പോലെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല. ഇനി 5 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ക്യാഷ് അടച്ചില്ലെങ്കിൽ ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. ദാറ്റ്സ് ഓൾ. മണിക്കുട്ടാ, 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 ഈ ചെറുക്കൻ ഇതെവിടെ പോയി കിടക്കുക? എന്താ അമ്മേ? പൊന്നു, മണിക്കുട്ടനെ കാണാനില്ല. ഞാൻ ഇവിടെ ഒക്കെ നോക്കി. അല്ലേലും അവനിങ്ങോട്ട് പോവാൻ, അവൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ടും പോവാറില്ലല്ലോ. നീ ഒന്ന് പോയി നോക്കിയേ. മണിക്കുട്ടാ, മണിക്കുട്ടാ, ഈ ചെറുക്കൻ ഇതെവിടെയാ? ശിവൻ ഇവിടെ പോയി കിടക്കുക. മണിക്കുട്ടാ, മണിക്കുട്ടാ.
കതിപൻ ശബരിമലവാസൻ ചിന്മയ ഭാവം ചിദാനന്ദരൂപം അനുപമ ഭാഗ്യം തവ രൂപദർശനം ആദിപരമാത്മൻ അവതാരമൂർത്തി അഗതികൾ കതിപൻ ശബരിമലവാസൻ ചിന്മയ ഭാവം ചിദാനന്ദരൂപം അനുപമ ഭാഗ്യം തവ രൂപദർശനം. ജോലി സ്ഥിരപ്പെടുത്തി കിട്ടിയ ലക്ഷ്മി ചേച്ചി ഇവിടെ നിന്ന് എവിടേക്കോ താമസം മാറി. ആ നിധി അതെവിടെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഈ കഥ ടീച്ചറിനോട് ആരാ പറഞ്ഞേ? ഇതിനെല്ലാം സാക്ഷിയായ ഒരാളുണ്ടായിരുന്നു. ഈ അമ്പലത്തിന്റെ മാനേജർ വിജയൻ നായർ, എൻ്റെ അച്ഛൻ. അവരിപ്പോ എവിടെയാ? അറിയില്ല, പക്ഷെ വൃശ്ചികം 1 അവർ ഈ അമ്പലത്തിലെത്തും അയ്യനെ കാണാൻ. ഇന്ന് വൃശ്ചികം 1. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ഉവ്വേച്ചി, അച്ഛൻ വന്നില്ലേ? ഇപ്പൊ വരും. ഞങ്ങളൊന്ന് തൊട്ടേട്ടോ. ചേച്ചി, ആ നിധി അതെന്താ ചെയ്തേ? ആ നിധി നിധിയായി തന്നെയുണ്ട്. എല്ലാവർക്കും കാണാൻ കഴിയുന്ന നിധി. ഇതുകൊണ്ട് നമ്മുടെ അമ്പലത്തിൽ അയ്യൻ്റെ ഒരു തങ്കവിഗ്രഹം പണിയണം. അത് കാണാൻ എല്ലാ വൃശ്ചികം 1 ഞങ്ങൾ വരും. ഹോ, ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല. ചാവാനല്ല, ഒരുമിച്ച് ജീവിക്കാനാണ് നമ്മൾ പോണത്.